സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം പുത്തൻ റെക്കോർഡിലെത്തിയെങ്കിലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. 6033 മെഗാവാട്ടാണ് ഇന്നലെ രാത്രിയിലെ ഉപഭോഗം. ബദൽ മാർഗം തേടുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. കൊടുംചൂട് മെയ് പകുതി വരെ തുടരുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KSEB. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവും 16-ാം തീയതി മുതൽ ഉണ്ടായി. അമിതമായ ചൂട് കാരണം എയർ കണ്ടീഷണറുകളുടെയും ഫാനുകളുടെയും ഉപയോഗം വർദ്ധിച്ചതാണ് വൈദ്യുതി ആവശ്യകതയിലെ വൻതോതിലുള്ള വർധനവ് കാരണം. അതിൻ്റെ കൂടെ ഇഞ്ചക്ഷൻ കുക്കർ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും അതിലൊരു പ്രധാന കാരണമാണ്. സച്ചിൻ വള്ളിക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സച്ചിൻ, അസഹ്യമായ വേനൽ ചൂടിനിടയിലും ആശ്വാസകരമായ വാർത്ത എന്നാൽ ഈ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ല. അക്കാര്യം വൈദ്യുതി മന്ത്രി തന്നെ വീണ്ടും വ്യക്തമാക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? അരുണ, ഇന്നലെ 6033 യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. സർവകാല റെക്കോർഡാണ് ഇത്തരത്തിലുള്ള വൈദ്യുതി ഉപയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാന കാരണം വർദ്ധിച്ചു വരുന്ന ചൂടും അതേപോലെ തന്നെ ഗ്യാസിന്റെ ക്ഷാമവും വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു എന്നാണ് മന്ത്രിയും പറയുന്നത്. പ്രധാനമായും AC അതുപോലെ തന്നെ ഫാനിന്റെ ഉപയോഗമെല്ലാം കൂടുതലായി വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഗ്യാസിന്റെ ക്ഷാമം തുടങ്ങിയ അന്ന് മുതൽ തന്നെ കൂടുതൽ വീടുകളിലും അതേപോലെ തന്നെ ഫ്ളാറ്റുകളിലെല്ലാം ഇൻഡക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതും വൈദ്യുതിയുടെ ഉപയോഗം കൂടാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങോ അല്ലെ പവർ കട്ടോ ഏർപ്പെടുത്തില്ല എന്ന കാര്യം തന്നെയാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലുള്ള ഉപയോഗത്തിന് അനുസരിച്ചുള്ള വൈദ്യുതി സംസ്ഥാനത്ത് ഉണ്ട് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വൈദ്യുതി ബില്ല് കൂട്ടാനുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും സംസ്ഥാനം കടന്നിട്ടില്ല എന്ന കാര്യം തന്നെയാണ് ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെ. നിലവിൽ വൈദ്യുത മന്ത്രി നൽകുന്ന ഒരു പ്രധാന നിർദ്ദേശം പകൽ സമയങ്ങളിലും പീക്ക് അവറുകളിലെല്ലാം അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്ന കാര്യം തന്നെയാണ് വൈദ്യുതി മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും മെയ് മാസത്തോടുകൂടെ മഴ പെയ്യും. അതിനാൽ തന്നെ ഡാമുകളിലും മറ്റും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ മറ്റ് പ്രതിസന്ധികൾ ഇല്ല എന്ന് തന്നെയാണ് വൈദ്യുത മന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അരുണ്യ, അതാണ് എന്തായാലും മെയ് മാസത്തിലും ചൂട് തുടരും. ജൂണൊക്കെ ആകുമ്പോഴാണ് ചൂടിന് ഒരു ശമനം പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒന്നും ഉടനെ ഉണ്ടാകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കുന്നത് ആശ്വാസകരമാണ്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.